ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലേ? അതെ. നമ്മള് ബൂസ്റ്റിംഗ് അൽഗോരിതംസിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ മെയിൻ ആയിട്ട് അഡാ ബൂസ്റ്റ്, ഗ്രേഡിയന്റ് ഡീസെന്റ്, അതേപോലെ തന്നെ എക്സ്റ്റി ബൂസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ അഡാ ബൂസ്റ്റ് ആയിരുന്നു ചെയ്തു തുടങ്ങിയിരുന്നത് അല്ലേ? ഇത് മൊത്തത്തിൽ ഒന്ന് റണ്ണോളം കൊടുത്തു നോക്കാം. ഇത് ഈ ഡാറ്റാ സെറ്റ് കണ്ടിട്ട് ഏത് ടൈപ്പ് ഡാറ്റാ സെറ്റാ? റിഗ്രഷൻ ഡാറ്റാ സെറ്റ് ആണോ, ക്ലാസിഫിക്കേഷൻ ആണോ, ക്ലസ്റ്ററിംഗ് ആണോ ഇതിൽ വരുന്നത്? ഏത് ടൈപ്പ് ഓഫ് ഡാറ്റാ സെറ്റാ ഇത്? ഏതാ നമ്മുടെ ടാർഗറ്റ് കോളം എന്ന് പറയുന്നത്? ഏതാ നമ്മുടെ ടാർഗറ്റ് കോളം? ഇതായിരുന്നു. ഇൻകം ആണ് നമ്മുടെ ടാർഗറ്റ് കോളം. സോ ഇൻകം ടാർഗറ്റ് കോളം ആണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് അൽഗോരിതം ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ക്ലാസിഫിക്കേഷൻ ഡാറ്റാ സെറ്റ് ആയിരുന്നു അല്ലെ? സോ ക്ലാസിഫിക്കേഷൻ ഡാറ്റാ സെറ്റിൽ എങ്ങനെയായിരിക്കും? നമ്മൾ റിഗ്രസർ ആണ് ഇവിടെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയത് അല്ലെ? സോ റിഗ്രസറിൽ നമുക്ക് എന്താ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്? 0.32 വളരെ കുറവായിരിക്കും. ബിക്കോസ് ക്ലാസിഫിക്കേഷൻ ഡാറ്റാ സെറ്റിൽ റിഗ്രസർ അപ്ലൈ ചെയ്താൽ ഒരു എന്താ പറയാ, ആ മോഡലിന്റെ പെർഫോമൻസിനെ അത് നല്ലപോലെ എഫക്ട് ചെയ്യും. ലൈക്ക് പോസിറ്റീവ് ആയിട്ടല്ല, നെഗറ്റീവ് ആയിട്ടായിരിക്കും എഫക്ട് ചെയ്യുന്നത് അല്ലെ? സോ അതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? അഡാ ബൂസ്റ്റിന്റെ ക്ലാസിഫയർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അത് അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന വെച്ചിട്ടാണ് അത് അങ്ങനെ കൊടുത്തത്, കുഴപ്പമില്ല. ബട്ട് നമുക്ക് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാമല്ലോ. റിഗ്രസർക്കാണോ ക്ലാസിഫിക്കേഷൻ ആണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ അതിന്റെ ആക്യുറസി സ്കോർ ഒക്കെ കിട്ടുന്നത് ഏതിനാണെന്ന് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അല്ലെ? നമ്മളിപ്പോ ഇവിടെ ചെയ്തിരിക്കുന്നത് അഡാ ബൂസ്റ്റിന്റെ ആണ്. സോ അഡാ ബൂസ്റ്റില് നമുക്ക് എന്താണ് വരുന്നത്? റിഗ്രസർ ആണ് നമ്മൾ ചെയ്തത്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യണം? ക്ലാസിഫിക്കേഷൻ നമുക്ക് ചെയ്യാനുണ്ട്. അതിനു മുമ്പ് ബൂസ്റ്റിംഗ് അൽഗോരിതം എന്താന്ന് പറഞ്ഞിരുന്നു നമ്മള്? എന്താണ് ബൂസ്റ്റിംഗ് അൽഗോരിതം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നോ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബൂസ്റ്റിംഗ് അൽഗോരിതം യൂസ് ചെയ്യുന്നത്? നമ്മൾ നോർമൽ അൽഗോരിതംസും ഇതും തമ്മിലുള്ള ഡിഫറൻസ് നമ്മുടെ മോഡലിന്റെ പെർഫോമൻസ് ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് മോഡലിന്റെ പെർഫോമൻസ് ബെറ്റർ ആക്കും. പിന്നെ എങ്ങനെയാ അങ്ങനെ പെർഫോമൻസ് ബെറ്റർ ആക്കുന്നേ? എങ്ങനെയായിരിക്കും ആ ഒരു മോഡലിന്റെ പെർഫോമൻസ് ബെറ്റർ ആക്കുന്നുണ്ടാവുക? ലൈക്ക് ബൂസ്റ്റിംഗ് അൽഗോരിതം എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് തന്നെയാണ്. ഒരു എൻസെമ്പിൾ മെത്തേഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മോഡലിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത്. നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബൂസ്റ്റിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. ആ സ്ട്രോങ് ആക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? നമ്മുടെ വീക്ക് ലേണേഴ്സ് ഉണ്ടാവും നമ്മുടെ ഡാറ്റ സെറ്റിൽ. യൂഷ്വലി ഡിസിഷൻ ട്രീയിലാണ് അങ്ങനത്തെ വരുന്നത്. സോ വീക്ക് ലേണേഴ്സ് ആയിട്ടുള്ള ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. ഒത്തിരി വീക്ക് ലേണേഴ്സിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യും? നമ്മളൊരു സീക്വൻഷ്യൽ മാനറിൽ അതിനെ സെറ്റ് ചെയ്ത് വെക്കും. സോ ഓരോ പുതിയ മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എങ്ങോട്ടാ? ആ എററിന്റെ കൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആക്യുറസി സ്കോർ നമ്മൾ ചെയ്ത് നോക്കൂല്ലോ. അതിൽ എറർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിന്റെ വാല്യൂ ഏറ്റവും കുറവ് വരണം നമുക്ക്. അതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. എറർ സ്കോർ അല്ലെങ്കിൽ മീൻ സ്ക്വയർഡ് എറർ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ. സോ ആ ഒരു എററിന്റെ ആ ഒരു പോർഷൻ അങ്ങ് കുറഞ്ഞു കിട്ടണം. അത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വീക്ക് ലേണേഴ്സിനെ മാക്സിമം, ഏറ്റവും കൂടുതൽ വീക്ക് ലേണേഴ്സിനെ കംപ്ലീറ്റ്ലി കമ്പൈൻ ചെയ്തതിന് ശേഷം
എന്ത് ചെയ്യും, നമ്മുടെ മോഡലിന്റെ പെർഫോമൻസ് എങ്ങനെ ബെറ്റർ ആക്കാം, അല്ലെങ്കിൽ അതിന്റെ മീൻ സ്ക്വയർഡ് എറർ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് എറർ പെർസെൻറ്റേജ് മാക്സിമം റെഡ്യൂസ് ചെയ്ത് ആ മോഡലിന്റെ പെർഫോമൻസ് അങ്ങ് ഇൻക്രീസ് ചെയ്യാന്നുള്ളത് ആണ് നമ്മുടെ മെയിൻ പർപ്പസ് വരുന്നത്. സോ ഒരു സീക്വൻഷ്യൽ മാനറിൽ വീക്ക് ലേണേഴ്സിനെയൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, മോഡൽ ആ എറേഴ്സിനെ കറക്റ്റ് ചെയ്ത് പ്രീവിയസ് മോഡൽ തൊട്ട് മുമ്പത്തെ മോഡലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേ എന്താണോ എറർ വരുന്നത് അത് റിപ്പീറ്റ് ചെയ്യാതെ ക്ലിയർ ചെയ്ത് ഒരു ബെറ്റർ മോഡൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് അവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, വീക്ക് ലേണേഴ്സിനെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ബൂസ്റ്റിംഗ് വർക്ക് ചെയ്യുന്നത് കേട്ടോ, അത് മറക്കരുത്. ദെൻ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊജക്ട്സ് ഉണ്ട്, നമ്മുടെ ടീംമേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് നമുക്കൊരു ഫൈനൽ റിസൾട്ട് കിട്ടണം അല്ലേ. സോ നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല, ഒരേപോലത്തെ ടാസ്ക് ആയിരിക്കില്ല എല്ലാവർക്കും കിട്ടുക. സോ അവർ ആ ഒരു ടോപ്പിക്കിൽ ഫെമിലിയർ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് മിസ്റ്റേക്ക് പറ്റിയാൽ അതങ്ങ് ക്ലിയർ ചെയ്ത് കൊടുത്ത് എന്ത് ചെയ്യുക, റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് ആ ഒരു ടീം വർക്കിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് അല്ലേ. സോ ഒരു ടീം വർക്ക് എന്ന് പറയുമ്പോൾ ആ ഡെഡ് ലൈന് മുമ്പ് നമ്മുടെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആസ് ദ സെയിം വേ നമ്മൾ ഇവിടെയും എന്താണ് വീക്ക് ലേണേഴ്സിനെ എടുത്തിട്ട് കമ്പൈൻ ചെയ്ത് നമ്മളൊരു എഫക്റ്റീവ് ആയിട്ടുള്ള രീതിക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്, നമ്മുടെ മോഡലിന്റെ പെർഫോമൻസ് അങ്ങ് ഇംപ്രൂവ് ചെയ്യിക്കുവാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് മെയിൻ എയിം എന്ന് പറയുന്നത്. ഇതിൽ കീ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു വീക്ക് മോഡൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മളൊരു ചെറിയൊരു ഡിസിഷൻ ട്രീ മോഡലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അതേപോലെ തന്നെ മോഡൽ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നതാണ് ഒരു മോഡൽ ഉണ്ടാവും, അതിൽ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യും. ദെൻ കുറച്ച് വെയ്റ്റ്സ് ഒക്കെ, അതായത് വെയ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് വെയ്റ്റ്സ് ഒക്കെ എന്താണ് മിസ്ക്ലാസിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുവർലി പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ള സാമ്പിൾസിലേക്ക് കുറച്ച് വെയ്റ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് അങ്ങ് ചെക്ക് ചെയ്ത് നോക്കും കറക്റ്റ് പ്രിഡിക്ഷൻസ് വരുന്നുണ്ടോ എന്നൊക്കെ. അതായത് വെയിറ്റ് വെച്ചിട്ട് വാരി ചെയ്തതിന് ശേഷം ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുവാണ് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, നെക്സ്റ്റ് മോഡലിനെ ട്രെയിൻ ചെയ്യും. ആ ഒരു മോഡൽ കഴിഞ്ഞ് അതിന്റെ ക്ലിയറൻസ്, അതായത് അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ മോഡൽ നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, കുറച്ചും കൂടി ഹാർഡ് ആയിട്ടായിരിക്കും അതിൽ ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് പ്രീവിയസ് മോഡലിൽ ക്രിയേറ്റ് ചെയ്ത മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനേക്കാളും ഇംപ്രവൈസ്ഡ് വേർഷൻ ആണ് നെക്സ്റ്റ്. അങ്ങനെയാണല്ലോ ഓരോ റിലീസസ്, നമ്മളിപ്പോൾ ഫോണിലായിക്കോട്ടെ ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ എല്ലാം ന്യൂ റിലീസസ് എന്ന് പറയുമ്പോൾ എന്താണ് പഴയതിനേക്കാളും അല്ലെങ്കിൽ പഴയതിന്റെ മൈനർ ആയിട്ടുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും എന്ത് ചെയ്യും, ക്ലിയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനൊരു റീപ്ലേസ്മെന്റ് പുതിയൊരു വേർഷനിൽ കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. സെയിം വേ പുതിയൊരു മോഡലിലും അത് തന്നെയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും, കുറെ ഐറ്ററേഷൻസ് കഴിയുന്നവരെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, എല്ലാ മോഡൽസിന്റെയും പ്രിഡിക്ഷൻ കമ്പൈൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, വെയിറ്റ് വെച്ചിട്ട് നോക്കും. ഓക്കെ, സോ ഇപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഏതാണോ അതായിരിക്കും ചൂസ് ചെയ്യുന്നത്. റിഗ്രഷൻ ആണെങ്കിൽ എന്തായിരിക്കും, ആ വെയിറ്റിന്റെ ആവറേജ് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ഒരു വെയിറ്റ് ഇട്ട് കൊടുക്കുന്നു പറഞ്ഞല്ലോ ഓരോന്നിനും. സോ അത് കമ്പൈൻ ചെയ്തിട്ട് എല്ലാ മോഡൽസിന്റെയും പ്രിഡിക്ഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യും. സോ വോട്ടിംഗ് ബേസിലാണ് ക്ലാസിഫിക്കേഷൻ വർക്ക്. ഏറ്റവും കൂടുതൽ ഇത് ഔട്ട്പുട്ടാണ് വരുന്നത്, അതായിരിക്കും ക്ലാസിഫിക്കേഷന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആവറേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആ ഒരു ഔട്ട്പുട്ടിൽ. ഇപ്പൊ ഒരു 10 ഡാറ്റ നമ്മുടെ അല്ലെങ്കിൽ 10 മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷൻ വർക്കിംഗ് വരിക അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ഔട്ട്കം. ഓരോ ട്രീ നമ്മൾ ഡിസിഷൻ ട്രീ കൊടുത്തു എന്ന് തന്നെ വിചാരിക്കാം. സോ ഓരോ ട്രീന്റെയും 10 ട്രീന്റെയും ഔട്ട്പുട്ട് എന്താണോ വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഫൈനൽ പ്രിഡിക്ഷൻ വരുന്നത് അല്ലെ. ബട്ട് അതൊരു റിഗ്രസർ ആണെങ്കിൽ എന്തായിരിക്കും, ആ ഒരു വാല്യൂന്റെ ഒക്കെ അല്ലെങ്കിൽ ആ ഒരു വെയിറ്റിന്റെ ആവറേജ് ആയിരിക്കും അവിടെ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. സോ റിഗ്രഷന്റെ കേസിൽ ആവറേജും ക്ലാസിഫിക്കേഷന്റെ കേസിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ വോട്ടിംഗ് നമുക്ക് വേണമെങ്കിൽ വെയിറ്റഡ് വോട്ടിംഗ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ബൂസ്റ്റിംഗ് വർക്ക് ചെയ്യിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബയാസും വേരിയൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് മെയിൻ നെക്സ്റ്റ് എയിം എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്താണ് മിസ്റ്റേക്സിനെ റെഡ്യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് പ്രിഡിക്ഷൻ സാമ്പിൾസിൽ അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിൾസിൽ ബെറ്റർ ആക്കി ഇംപ്രവൈസ് ആക്കിയിട്ട് എടുക്കുവാണ് നമ്മൾ അവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്.
അതായത് കുറെ സിമ്പിൾ മോഡൽസ് ഉണ്ടാവും, അതിനെ കുറച്ചും കൂടി സ്ട്രോങ് പ്രിഡിക്ഷൻ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ബൂസ്റ്റിംഗ് അൽഗോരിതംസ് എന്ന് പറയുന്നത്. പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ബൂസ്റ്റിംഗ് അൽഗോരിതംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് അഡാബൂസ്റ്റ് എന്ന് പറയുന്നത്. അഡാബൂസ്റ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അഡാപ്റ്റീവ് ബൂസ്റ്റിംഗ് എന്ന് പറയും. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ബ്രാക്കറ്റ്സിൽ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അഡാബൂസ്റ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അഡാപ്റ്റീവ് ബൂസ്റ്റിംഗ്. ഓക്കെ, അഡാബൂസ്റ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അഡാപ്റ്റീവ് ബൂസ്റ്റിംഗ് ആണ്. അതായത് നമ്മുടെ ട്രെയിനിങ് സാമ്പിൾസിലേക്ക് എന്ത് ചെയ്യും, കുറച്ച് വെയിറ്റ്സ് അസൈൻ ചെയ്യുവാണ് അവിടെ ചെയ്യുന്നത്. ദെൻ മിസ്ക്ലാസിഫൈഡ് ആയിട്ടുള്ള സാമ്പിൾസ് ഉണ്ടെങ്കിൽ അതിനെ നെക്സ്റ്റ് റൗണ്ടിൽ കുറച്ച് ഹയർ വെയിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് റൗണ്ടിൽ സെറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ ഫൈനൽ പ്രിഡിക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു വെയിറ്റഡ് വോട്ട് എല്ലാ വീക്ക് ലേണേഴ്സിനെയും വെച്ചിട്ട് ലേൺ ചെയ്തതിന് ശേഷമുള്ള ഒരു വെയിറ്റഡ് വോട്ട് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നത്. ഓക്കെ, മെയിൻലി എന്താണ് വെയിറ്റ്സ്, ട്രെയിനിങ് സാമ്പിൾസിക്ക് വെയിറ്റ്സ് അസൈൻ ചെയ്യാന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അഡാബൂസ്റ്റിൽ മെയിൻ ആയിട്ട് വർക്കിംഗ് വരുന്നത്. ഇതാണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് വൺ ഗ്രേഡിയൻ ഡീസന്റ് ബൂസ്റ്റിംഗ് അല്ലെങ്കിൽ ഗ്രേഡിയൻ ബൂസ്റ്റിംഗ് എന്ന് നമ്മൾ പറയും കേട്ടോ. സോ ഗ്രേഡിയൻ ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രീസിന്റെ സീക്വൻഷ്യലി ഉള്ള അത് ക്രിയേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ ഓരോ ട്രീയും എന്താണ് ലേൺ ചെയ്യും. നമ്മൾ റിസൈഡുവൽ എറേഴ്സ് നമ്മൾ അൽഗോരിതംസ്, നോർമൽ അൽഗോരിതംസ് ഹാൻഡിൽ ചെയ്തപ്പോൾ നമ്മൾ റിസൈഡുവൽസ് കണ്ടുപിടിച്ചായിരുന്നു. അതായത് ആക്ച്വലി പ്രിഡിക്റ്റഡ് കുറച്ചിട്ടുള്ള ബാക്കി, അതായത് നമ്മുടെ എറർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു വാല്യൂന്റെ ആക്ച്വലും പ്രിഡിക്റ്റഡും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ റിസൈഡുവൽസ് എന്ന് പറയുന്നത്. സോ റിസൈഡുവൽ എറേഴ്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രിഡിക്ഷൻസ് ആൻഡ് ആക്ച്വൽ, ആ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ പ്രീവിയസ് ട്രീനേക്കാളും കുറച്ചും കൂടി റിസൈഡൽസ് അല്ലെങ്കിൽ റിസൈഡൽ എറേഴ്സ് കുറവുള്ള എന്ത് ക്രിയേറ്റ് ചെയ്യും, ട്രീസ് ആയിരിക്കും നെക്സ്റ്റിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതാണ് ഗ്രേഡിയൻ ബൂസ്റ്റിംഗിൽ വരുന്നത്. ഓക്കെ, സോ അവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് റിസൈഡൽസ് ആണ്. ഫസ്റ്റ് അഡാബൂസ്റ്റ് ആണ് പറഞ്ഞത്. അഡാബൂസ്റ്റിൽ എന്താണ്, കുറച്ച് വെയിറ്റ്സ് അങ്ങ് അസൈൻ ചെയ്ത് കൊടുക്കും. ട്രെയിനിങ് സാമ്പിൾസിൽ വെയിറ്റ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് അഡാബൂസ്റ്റ് വരുന്നത്. ഗ്രേഡിയൻ ഡിസൈനിൽ വരുമ്പോൾ കുറച്ച് സീക്വൻഷ്യലി കുറച്ച് ട്രീസിനെ സീക്വൻഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ദെൻ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, റിസൈഡൽ എറേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ ബേസിസിൽ പ്രീവിയസ് മോഡലിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മോഡൽസ് നമ്മൾ ആദ്യം കമ്പയർ ചെയ്ത് നോക്കും. മുമ്പത്തെ മോഡൽ ഇപ്പോഴത്തെ മോഡൽ തമ്മിലുള്ള ഡിഫറൻസ്, റിസൈഡൽസ് എറേഴ്സ് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷമായിരിക്കും നമുക്കൊരു ഫൈനൽ ഔട്ട്കം വരുന്നത് തന്നെ. ഓക്കെ, സോ അതാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. ദെൻ അത് കൂടാതെ എക്സ് ബൂസ്റ്റ് ഉണ്ട്. എക്സ് ബൂസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ഗ്രേഡിയൻ. ഓക്കെ, എക്സ് ബൂസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ഗ്രേഡിയൻ ബൂസ്റ്റിംഗ്. ഓക്കെ, എക്സ്ട്രീം ഗ്രേഡിയൻ ബൂസ്റ്റിങ്ങിനെയാണ് എന്ന് പറയുന്നത് എക്സ് ബൂസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രേഡിയൻ ബൂസ്റ്റിങ്ങിന്റെ തന്നെ ഒരു റെഗുലറൈസ്ഡ് വേർഷൻ ആണ് ഇത് വരുന്നത്. എക്സ് ബൂസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ടുള്ള, അതേപോലെ തന്നെ മിസ്സിംഗ് ഡാറ്റേനെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എക്സ് ബൂസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഇത് കൂടാതെ വേറെയും രണ്ട് മെത്തേഡ്സ് ഉണ്ട്. സോ അത് അത്ര അധികം അങ്ങോട്ട് വൈഡ്ലി യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, ലൈക്ക് അങ്ങനെ അധികം യൂസ് ചെയ്യുന്ന കേട്ടിട്ടില്ല. മെയിൻലി അഡാബൂസ്റ്റ്, ഗ്രേഡിയൻ ബൂസ്റ്റ്, എക്സ് ബൂസ്റ്റ് ഒക്കെയാണ് മെയിൻലി നമ്മൾ മോസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ള ബൂസ്റ്റിംഗ് അൽഗോരിതംസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലൈറ്റ് GBM ഉണ്ട്. അതായത് കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ടുള്ള. മാം, ഇത് നമ്മള് ഇന്നലെ പറഞ്ഞിട്ടില്ലായിരുന്നു, ഏതൊരു ഫയലില് എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ കണ്ടില്ല, എനിക്ക് പറഞ്ഞമാതിരി ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഫയലൊന്നും കണ്ടില്ല. ഞാൻ വിചാരിച്ചു വേറെ ക്ലാസ്സിലാണ്. പിന്നെ ഇന്നലെ ലാസ്റ്റ് എടുത്ത് നമ്മള് യൂണിവേരിയേറ്റ് ഫോർ ലൂപ്പ് വെച്ചിട്ട് ചെയ്തില്ലേ? ഈ ഇൻകം ഡാറ്റയിൽ തന്നെയാണോ വെക്കേണ്ടത്? ആ ഫയൽ പോയോന്നൊക്കെ ഇൻകം ഡാറ്റ തന്നെ. ഇത് തന്നെയായിരുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്തായിരുന്നത്. ലാസ്റ്റ് ചെയ്തത് ഇതല്ല, ഇൻകം ഡാറ്റ തന്നെയായിരുന്നു. ലാസ്റ്റ് നമ്മൾ യൂണിവേരിയേറ്റ് വെച്ചിട്ട് ഫോർ ലൂപ്പ് വെച്ചിട്ട് ചെയ്തില്ലേ? ഞാൻ ആലോചിച്ചു, ഞാൻ വിചാരിച്ചു വേറെ ക്ലാസ്. ഹിസ്റ്ററി പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ്ങും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലല്ല, ഹൈപ്പർ പാരാമീറ്റർ നമ്മൾ നേരത്തെ കവർ ചെയ്ത ടോപ്പിക് അല്ലേ.
തിങ്ക് ബൂസ്റ്റിംഗ് അൽഗോരിതംസിലാണ്, നോക്കട്ടെ. മാർച്ച് ബാച്ചില് ഇതില് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിലല്ല. യെസ്, ഇവിടെയാണ് വെറുതെ അല്ല തെറ്റിപ്പോയത്. ഓക്കെ, നമ്മൾ എക്സ്റ്റി ബൂസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പോ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൂസ്റ്റിങ്ങിനെ കുറിച്ചൊരു ഡിസ്ക്രൈബ്. ഓക്കെ, ബൂസ്റ്റ് ഗ്രേഡിയന്റ് ഡിസെൻഡ്. XGBന്റെ റിഗ്രസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫൈൻ. XG ബൂസ്റ്റ് ക്ലാസിഫയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു അല്ലേ? ഓക്കെ, ഇത് മൂന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ വേറെ ഏതെങ്കിലും ഡാറ്റ സെറ്റില്? ഇല്ല, ആ ബൂസ്റ്റിങ്ങിന്റെ ഒക്കെ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ ആ ഒരു ഡാറ്റ സെറ്റ്സ് ഞാൻ തൽക്കാലം ലോഡ് ചെയ്യുന്നുണ്ട്. അപ്ലോഡ് കൊടുക്കുന്നുണ്ട്. ഡാറ്റ സെറ്റ് സാലറി ഡാറ്റ സെറ്റ് നോക്കാം.
ഫോൾഡറിന് നെയിം കൊടുത്തിട്ടില്ലല്ലോ. ഫയൽ നെയിം ഇൻകം ഡാറ്റ എന്നായിരുന്നു മാം ചെയ്തിട്ടുണ്ടായിരുന്ന ഫയൽ നെയിം. ഇൻകം ഇൻകം ഡാറ്റ. ഇതാണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ. ഇതാ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതിൽ കുറച്ച് വിഷ്വലൈസേഷൻസ് ഫോക്കസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവിടെ വേറെ വിഷ്വലൈസേഷൻസ് ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തിരുന്നു. യൂണിവേരിയേറ്റ് അനാലിസിസ് ആയിരുന്നല്ലേ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ കാറ്റഗറിക്കൽ ഫീച്ചേഴ്സിന് ന്യൂമറിക്കൽ ഫീച്ചേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വിഷ്വലൈസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആസ് എ സെയിം വേ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കാറ്റഗറിക്കൽ ഫീച്ചേഴ്സിനെയും ഇതേപോലെ ഫോർ ലൂപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഷ്വലൈസേഷൻ ചെയ്തെടുക്കാൻ പറ്റും. സോ ഓരോ കോളംസിനെ ഇൻഡിവിജ്വലി നമുക്ക് വിഷ്വലൈസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൂപ്പ് ത്രൂ നമുക്ക് വിഷ്വലൈസേഷൻസ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് എന്ത് കൊടുക്കാൻ പറ്റും? ബൈവേരിയറ്റ്. യൂണിവേരിയറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? യൂണി, അതായത് സിംഗിൾ കോളം വൈസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇനി ബൈവേരിയറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇവിടെ വിത്ത് ടാർജറ്റും കൂടെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വിത്ത് ടാർജറ്റ് ആണ് കൊടുക്കുന്നത്. അതായത് ബൈവേരിയറ്റ് എന്ന് പറയുമ്പോൾ 2 എണ്ണം. ഓക്കെ, മൾട്ടിപ്പിൾ കോളംസ് അല്ലെങ്കിൽ 2 കോളംസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇവിടെ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? കാറ്റഗോറിക്കൽ വേഴ്സസ് ടാർജറ്റ്. ഇതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. സോ കാറ്റഗറിക്കൽ ഡാറ്റയും അതേപോലെ തന്നെ ടാർജറ്റ് കോളം ബേസ് ചെയ്തിട്ടുള്ള വിഷ്വലൈസേഷൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഇതിൽ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർ ലൂപ്പ് ആണ് കൊടുക്കുന്നത്. സോ ഫോർ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഫോർ ഇത് കൊടുക്കുക. ഈ ഓക്കെ, എൻ്റയർലി ഒന്ന് റൺ ചെയ്തില്ലായിരുന്നു. കോഡ് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ റൺ ചെയ്യാം. ഇൻ കാറ്റ് അണ്ടർസ്കോർ കോൾസ് കൊടുക്കുന്നുണ്ട്. കോളൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക? PLT ഡോട്ട് ഫിഗർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഇത് കൊടുക്കുക. ഫിക്സ് സൈസ് കൊടുക്കുന്നുണ്ട്. ഫിക്സ് സൈസ് ഈക്വൽസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് 8,4 കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം SNS ഡോട്ട് കൗണ്ട് പ്ലോട്ട് കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് ഈക്വൽസ് കോൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഹ്യൂ ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ നമ്മുടെ ആ ഒരു കോളം നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇൻകം ഗ്രേറ്റർ ദാൻ 50K എന്നുള്ളത് K അപ്പർ കേസ് കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം കോമ എന്ത് കൊടുക്കുക? ഡാറ്റ ഈക്വൽസ് ഡാറ്റ ഫ്രെയിമിന്റെ നെയിം കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ PLT ഡോട്ട് എന്ത് കൊടുക്കുക? ടൈറ്റിൽ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിലായിട്ട് എഫ് ഡബിൾ കോട്ട്സ്, അതായത് ഡബിൾ കോട്ട്സ് സിംഗിൾ കോട്ട്സ് ഏതാണെങ്കിലും ഓക്കെ ആണ്. ദെൻ കേർലി ബ്രാക്കറ്റ്സിന്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക? കോൾ കൊടുക്കുക. ഓരോ കോളം വേഴ്സസ് എന്ത് കൊടുക്കുക? ഇൻകം. ഓക്കെ, ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ടാർജറ്റ് കോളം ആണ്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക? PLT ഡോട്ട് ടൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റിക്സ് ആഡ് ചെയ്ത് നോക്കാം. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ റൊട്ടേഷൻ അത് ഓപ്ഷണൽ ആണ് കേട്ടോ.
സോ റൊട്ടേഷൻ ആഡ് ചെയ്യുന്നുണ്ട്. റൊട്ടേഷൻ ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, 45 കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്ത് നോക്കാം. എറർ വരും. സോ റൺ ഓൾ കൊടുത്താൽ മതി. നമ്മളിത് റൺ ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ. സോ എൻ്റെ സെല്ലിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ കാറ്റഗോറിക്കൽ വേഴ്സസ് ടാർഗറ്റ് കോളം ആണ് ഇപ്പം നമ്മൾ ചെയ്ത് നോക്കുന്നത്. നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ വിഷ്വലൈസേഷൻ വരുന്നതെന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. കാറ്റഗോറിക്കൽ കോളവും അതേപോലെ നമ്മുടെ ടാർഗറ്റ് കോളവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്കിവിടെ കാണുന്നത്. ഫസ്റ്റ് വർക്ക് ക്ലാസ്സിൽ ആ ഒരു ഡിഫറൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. 0, അതായത് ആ ഒരു ഗ്രേറ്റർ ദാൻ 50K കിട്ടാത്തവരാണ് കൂടുതൽ, കിട്ടുന്നവർ കുറവാണ്. സോ ഏതൊക്കെ ഫീൽഡിലാണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് എന്താണ്, എഡ്യൂക്കേഷൻ ആണ്. സോ അതിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇതേപോലെ ഓരോ കോളം വൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കാറ്റഗോറിക്കൽ വാല്യൂസും അതേപോലെ നമ്മുടെ ഡാറ്റേനെ അനലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ കൗണ്ട് പ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഓരോ പ്ലോട്ടിനും അതിൻ്റെതായ പർപ്പസ് ഉണ്ട് കേട്ടോ, അത് മസ്റ്റ് ആയിട്ടും മനസ്സിലാക്കണം. സോ കൗണ്ട് പ്ലോട്ടിൽ നമുക്ക് എന്താണ്, ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മുടെ ഡാറ്റ പോകുന്നതെന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു ഫീച്ചർ കൂടുന്നതിനനുസരിച്ച് നെക്സ്റ്റ്, അതായത് 2 വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇൻകവും എന്താണ്, അതേപോലെ നമ്മുടെ ഇപ്പൊ എഡ്യൂക്കേഷൻ ആണെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യാം. ഇൻകവും എഡ്യൂക്കേഷനും ബേസ് ചെയ്തിട്ട്, എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടാണോ, എഡ്യൂക്കേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് ഇൻകം കൂടുന്നുണ്ടോ എന്നൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് കോറിലേഷൻസ്, 2 കോളംസ് തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഇത് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള കാറ്റഗോറിക്കൽ കോളംസും അതേപോലെ തന്നെ അതിന്റെ കറസ്പോണ്ടിങ് ടാർഗറ്റ് കോളം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഫോർ ലൂപ്പ് കൊടുക്കുമായിരുന്നു ഇവിടെ ചെയ്തിരുന്നത്. ഇനി ഇതിന്റെ സെയിം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂമറിക്കൽ കോളം വെച്ചിട്ടും വേണമെങ്കിൽ എന്ത് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ സെയിം സംഭവം തന്നെ ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. കോപ്പി ചെയ്തിട്ട് നെക്സ്റ്റ് സെല്ലേക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. കാറ്റഗോറിക്കൽ മാറ്റിയിട്ട് എന്താക്കാം, ന്യൂമറിക്കൽ ആക്കാം. ന്യൂമറിക്കൽ കോളം വേഴ്സസ് എന്ത് കൊടുക്കുന്നുണ്ട്, ടാർഗറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്താക്കുക, കോൾ മാറ്റിയിട്ട് നമ്മാക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിക്സ് സൈസ് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കൗണ്ട് പ്ലോട്ട് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ബോക്സ് പ്ലോട്ട് ആണ് കേട്ടോ. എന്ത് കൊടുക്കുക, SNS ഡോട്ട് ബോക്സ് പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, എക്സ് ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ ഇൻകം കൊടുക്കുന്നുണ്ട്. ഇൻകം ഗ്രേറ്റർ ദാൻ 50K. ഒന്നില്ലെങ്കിൽ നമുക്ക് കോളം വേണമെങ്കിൽ റീനെയിം ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ റീനെയിം ചെയ്യുന്നില്ല, തന്നെയാണ് കൊടുക്കുന്നത്. വൈ ഈക്വൽ എന്ത് കൊടുക്കുന്നുണ്ട്, കോൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് കൊടുക്കുക, ഡാറ്റ ഈക്വൽസ് ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം കൊടുക്കുന്നുണ്ട്. ദെൻ ടൈറ്റിൽ അതേപോലെ തന്നെയാണ്. വേഴ്സസ് മാറ്റിയിട്ട് ബൈ ആക്കണമെങ്കിൽ ബൈ ആക്കാം. ചോയ്സ് ആണ്, നമുക്ക് ഇഷ്ടമുള്ള ഫോമാറ്റിൽ കൊടുക്കാം കേട്ടോ. ഇവിടെ റൊട്ടേഷനൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. സോ ആ ഒരു ലൈൻ നമ്മൾ കളയുന്നുണ്ട്. നമുക്ക് PLT ഡോട്ട് ഷോ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ഓപ്ഷണൽ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. സോ നമുക്ക് ബോക്സ് പ്ലോട്ട് വെച്ചിട്ട് ഡാറ്റയിൽ ഔട്ട് ലെയേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഓരോന്നും ബേസ് ചെയ്തിട്ടും ഔട്ട് ലെയേഴ്സ് വരുന്നുണ്ട്. ഏജിൽ ഔട്ട് ലെയേഴ്സ് വരുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് വരുന്നത് ഇതാണ്, എഡ്യൂക്കേഷനിൽ ഔട്ട് ലെയേഴ്സ് ഉണ്ട്, ബട്ട് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇവിടെ മേ ബി ആ ഒരു ഡാറ്റേൻ്റെ ക്യാപിറ്റൽ ഗെയിനിൽ ഒത്തിരി ഔട്ട് ലെയേഴ്സ് വരുന്നുണ്ട്. ക്യാപിറ്റൽ ലോസ് ബൈ ഇൻകം, ഇതൊക്കെ ഒത്തിരി ഔട്ട് ലെയേഴ്സ് വരുന്ന കേസസ് ആണ്. ഇതിൽ ഔട്ട് ലെയേഴ്സ് ഇല്ല, ബട്ട് സെയിം കോളം തന്നെയാണ്. ഓക്കെ, either 0 or 1 ആയിരിക്കും നമ്മുടെ വാല്യൂസ് വരുന്നത്. കാറ്റഗോറിക്കൽ കോളത്തിന് അങ്ങനെയായിരിക്കും ടാർഗറ്റ്, അത് മൈൻഡ് ആക്കേണ്ടത്. സെയിം കോളം തന്നെയാണ്. ഇവിടെ ഉണ്ടോ, എല്ലാത്തിലും നമുക്ക് എന്ത് വരുന്നുണ്ട്, ഔട്ട് ലെയേഴ്സ് വരുന്നുണ്ട് അല്ലേ. നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, കോറിലേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ
അതിന് വേണ്ടിയിട്ട് PLT ഡോട്ട് ഇത് കൊടുക്കുക, കോറിലേഷൻ അനാലിസിസ്. കോറിലേഷൻ അനാലിസിസ് ചെയ്ത് PLT ഡോട്ട് ഇത് കൊടുക്കുക, ഫിഗർ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഫിക്സ് സൈസ് കൊടുക്കുക, ഫിക്സ് സൈസ് ഈക്വൽസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 10,6 കൊടുത്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, SNS ഡോട്ട് ഹീറ്റ് മാപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം ഡോട്ട് കോറ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം കോമ, എന്നിട്ട് ഈക്വൽസ് കൊടുത്തിട്ടുണ്ട്, ട്രൂ കൊടുത്തിട്ടുണ്ട്, കോമ സി മാപ്പ് ഈക്വൽസ് ഇത് കൊടുക്കുക, ഒരു ഇഷ്ടമുള്ള ഫോമാറ്റ് കൊടുക്കുക കേട്ടോ, കൂൾ വാം കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാം, PLT ഡോട്ട് ടൈറ്റിൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുക, കോറിലേഷൻ ഹീറ്റ് മാപ്പ് കൊടുക്കുന്നുണ്ട്. തന്നെ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഓരോ കോളംസ് തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പോസിറ്റീവ് കോറിലേഷൻ ആണോ, ഡാറ്റ ഡോട്ട് കോർ ഡാറ്റ ഫ്രെയിം നെയിം നേരത്തെ കൊടുത്തൊക്കെ ഡാറ്റ തന്നെയായിരുന്നില്ലേ, ഡാറ്റ ഓഫ് കോൾ തന്നെയാണല്ലോ കൊടുത്തിരിക്കുന്നത്. പിന്നെന്തോ ഇവിടെ ഷുവറാ, ഡാറ്റ തന്നെയാണ്. വെയിറ്റ്, ലെറ്റ്സ് ചെക്ക്. Couldn't convert string to float. ഓക്കെ, കാറ്റഗറിക്കൽ കോളംസിനെ ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യാത്തതുകൊണ്ട് വരുന്ന ഇഷ്യൂസ് ആണ് കേട്ടോ അതൊക്കെ. സോ എന്ത് ചെയ്യേണ്ടി വരും, സോ കോറിലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഏതർ കാറ്റഗറിക്കൽ കോളംസിനെ കൺവേർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ന്യൂമറിക്കൽ കോളംസിനെ മാത്രമായിട്ട് കൊടുക്കുക, ഡാറ്റ ഡോട്ട് ഡി ടൈപ്സ് കൊടുക്കുക. ഇതിന്ന് എന്ത് ചെയ്യാം, ഡാറ്റ 1 ഈക്വൽസ് ഒരു either സിംഗിൾ സ്ക്വയർ ബ്രാക്കറ്റ് ഓർ ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ്. ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സിംഗിൾ സ്ക്വയർ ബ്രാക്കറ്റിൽ കോമറ്റ് കൊടുത്താലും മതി. സിംഗിൾ സ്ക്വയർ ബ്രാക്കറ്റ് തന്നെ കൊടുക്കാം. ഡാറ്റ ഓഫ് കൊടുക്കുക, ഇവിടെ ഇതൊക്കെയാണ് ന്യൂമറിക്കൽ കോളംസ് ഉള്ളതെന്ന് വെച്ചാൽ കോളംസിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇത് ടെമ്പററി ആയിട്ടുള്ള ഓപ്ഷനാണ് കേട്ടോ, ആക്ച്വലി കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇവിടെ ഏജ് കൊടുക്കുന്നുണ്ട്, അതേപോലെ കൊടുക്കുന്നുണ്ട്, ന്യൂമറിക്കൽ കോളം വരുന്നത് കൊടുക്കുന്നുണ്ട്, കോമ, നെക്സ്റ്റ് കോളം കൊടുക്കുക, അല്ലെങ്കിൽ ലേബൽ എൻകോഡർ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് എല്ലാ കോളംസിനെയും കൺവേർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് IQR വെച്ചിട്ട് ഒറ്റ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങ് IQR അങ്ങ് ക്ലിയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ഒരു ഓപ്ഷനാണ്, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ജസ്റ്റ് കൊടുത്ത് തീർക്കാം, എന്നിട്ട് അതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. പേസ്റ്റ് ചെയ്യുന്നുണ്ട്, ദെൻ ക്യാപിറ്റൽ ഗെയിൻ കൊടുത്തിട്ടുണ്ട്, അവേഴ്സ് പെർ വീക്ക് കോപ്പി ചെയ്യുന്നുണ്ട്, ഇൻകം കൂടിയെല്ലാം ചെയ്യും.
ഒന്ന് റൺ ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ ക്യാപിറ്റൽ എന്താണ് ഇഷ്യൂ വരുന്നത്? കീ എറർ ആണ് വരുന്നത്. എഡ്യൂക്കേഷൻ ഏജ് hours. സിംഗിൾ ഡാറ്റ ആണെങ്കിൽ ഒറ്റ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കാം, 2 ഡയമെൻഷണൽ ആണെങ്കിൽ 2 സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വരുന്നത്. ദെൻ ഇവിടെ നമുക്ക് കോറിലേഷൻ കൊടുത്തോട്ട് എന്ത് കൊടുക്കാം? ഡാറ്റ 1 നമുക്ക് പാസ് ചെയ്യാം. ഇവിടെ ഇത് കൊടുക്കാം, ഡാറ്റ 1 പാസ് ചെയ്യാം, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് ആ കൊടുത്ത കറസ്പോണ്ടിങ് ന്യൂമറിക്കൽ കോളംസ് വെച്ചിട്ടുള്ള കോറിലേഷൻ നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇത് പ്രോപ്പർ വേ അല്ല, ബട്ട് മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്തതിന് ശേഷം വേണം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഓരോ ഒബ്ജക്റ്റ് ടൈപ്പിനെയും കൺവേർട്ട് ചെയ്യണം. ഓക്കെ. ഇത് നിങ്ങൾക്ക് ലേബൽ എൻകോഡർ യൂസ് ചെയ്യുന്നതിൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലേബൽ എൻകോഡർ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അത് നോക്കട്ടെ. ഉണ്ടെങ്കിൽ ലേബൽ എൻകോഡർ യൂസ് ചെയ്ത് ചെയ്യണം, അല്ലെങ്കിൽ മാപ്പിംഗ് യൂസ് ചെയ്തിട്ടോ എന്നാന്ന് വെച്ചാൽ ഹാൻഡിൽ ചെയ്യാം. ലേബൽ എൻകോഡർ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. ഇമ്പോർട്ട് sklearn dot preprocessing import അല്ല from sklearn dot preprocessing ൽ എന്ത് ചെയ്യുക? ഇമ്പോർട്ട് കൊടുക്കുക. ലേബൽ എൻകോഡർ ഇല്ല, ലേബൽ എൻകോഡർ കൊടുക്കാം. സ്പേസ് ഉണ്ട്. ഇമ്പോർട്ട് കറക്റ്റ് ആണ്. ദെൻ എന്ത് ചെയ്യുക? ലേബൽ എൻകോഡർ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഒബ്ജക്റ്റ് ടൈപ്പ് കോളത്തിനെ എന്ത് ചെയ്യുക? ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ അതാണ് ആക്ച്വലി പ്രോപ്പർ വേ എന്ന് പറയുന്നത്. നമ്മൾ ഡാറ്റേനെ അങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നത് നല്ല ഒരു രീതി അല്ല, ഫോമാറ്റ് അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ. സോ ഈ ഒരു സംഭവം മുകളിലേക്ക് ആക്കിയില്ലെങ്കിൽ ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ ഈ ഒരു സെല്ല് റൺ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു എറർ വരാൻ ചാൻസസ് ഉണ്ട്. ഇത് മുകളിലേക്ക് ആക്കുന്നുണ്ട്. ഓക്കെ. സോ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സെല്ലിൽ എന്ത് ചെയ്യുവാണ്? നമുക്ക് ലേബൽ എൻകോഡർ ക്രിയേറ്റ് ചെയ്യണം അല്ലേ? സോ ഓരോ ഒബ്ജക്റ്റിനും, അതായത് ഓരോ ഒബ്ജക്റ്റ് ടൈപ്പിനും നമ്മൾ ലേബൽ എൻകോഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ് തന്നെ വർക്ക് ക്ലാസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതിനു മുമ്പ് നൾ വാല്യൂസ് ഉണ്ടോന്ന്, നൾ വാല്യൂസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതല്ലേ? ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക നൾ വാല്യൂസിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോന്ന്. വിഷ്വലൈസേഷൻസ് ചെയ്തിട്ടുണ്ട്, ലോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. യെസ്, നൾ വാല്യൂസിനെ കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇഷ്യൂ അല്ല. സോ നൾ വാല്യൂസ് അവിടെ ലേബൽ എൻകോഡറിൽ പെടില്ല. ഓക്കെ. സോ അതൊന്ന് അഷ്യൂർ ചെയ്തതാണ്. LE_ വർക്ക് ഈക്വൽസ് എന്ത് കൊടുക്കുക? ലേബൽ എൻകോഡർ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിലായിട്ട് വർക്ക് ക്ലാസ് കൊടുക്കുക, ഈക്വൽസ് LE_ work fit_ transform. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിനുള്ളിൽ എന്ത് കൊടുക്കുക? ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ വർക്ക് ക്ലാസ് കൊടുക്കുക. ഓക്കെ. അതേപോലെ തന്നെ നെക്സ്റ്റിലും അടുത്ത ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. വർക്ക് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ആണ്. സോ നെക്സ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഷോർട്ട് ഫോം കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിന്നീട് യൂസ് ചെയ്യുമ്പോൾ അറിയണം. ലേബൽ എൻകോഡർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ
എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഈക്വൽസ് LE അണ്ടർസ്കോർ എന്ത് കൊടുക്കുക, ഒരു ഒബ്ജക്റ്റിൻ്റെ നെയിം ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, എഡ്യൂക്കേഷൻ ആ ഒരു കോളത്തിൻ്റെ നെയിം കൊടുക്കുക. ദെൻ നെക്സ്റ്റ് LE അണ്ടർസ്കോർ, ഈ രണ്ടെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് മാരിറ്റൽ സ്റ്റാറ്റസ് ആണ്, അതൊന്ന് കോപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അത് എന്ത് കൊടുക്കുക, ലേബിൾ എൻകോഡർ കൊടുക്കുന്നുണ്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ മാരിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കുന്നുണ്ട്. എന്ത് കൊടുക്കുക, LE അണ്ടർസ്കോർ മാരിറ്റൽ ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിലായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒക്യുപ്പേഷൻ ആണ്. സോ ഒക്യുപ്പേഷനിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ LE അണ്ടർസ്കോർ occupation equals label encoder function brackets കൊടുക്കുക. then next line ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ എന്ത് ചെയ്യുക, occupation കൊടുക്കുക. then next equals LE അണ്ടർസ്കോർ occupation ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കൊടുക്കുക ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ occupation കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് കോളം റിലേഷൻഷിപ്പാണ്, അതൊന്ന് കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. LE അണ്ടർസ്കോർ റിലേഷൻഷിപ്പ് ഈക്വൽസ് കൊടുക്കുക, ലേബിൾ എൻകോഡർ കൊടുക്കുന്നുണ്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ പേസ്റ്റ് ചെയ്യാം ഈക്വൽസ് LE അണ്ടർസ്കോർ റിലേഷൻഷിപ്പ് ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കൊടുക്കുക, പേസ്റ്റ് കൊടുക്കുക. സോ ആ ഒരു കോളം കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് റേസ് ആണ്. സോ റേസ് കൊടുക്കുന്നുണ്ട്, ലേബിൾ എൻകോഡർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. നെക്സ്റ്റ് ലൈനിൽ ഇത് കൊടുക്കുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സ് റേസ് കൊടുക്കുക ഈക്വൽസ് LE അണ്ടർസ്കോർ റേസ് ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കൊടുക്കുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ റേസ് കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് കോളം നെയിം എന്താണെന്ന് നോക്കുക. റേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 ആണ്. സോ LE അണ്ടർസ്കോർ 6 കൊടുക്കുന്നുണ്ട് ഈക്വൽസ് ഇത് കൊടുക്കുക, ലേബിൾ എൻകോഡർ കൊടുക്കുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് നെക്സ്റ്റ് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോറി, എസ് അപ്പർ കേസ് ആണോ എന്ന് നോക്കാട്ടോ. അല്ല, ഓക്കെ, ഈക്വൽസ് LE അണ്ടർസ്കോർ ഒബ്ജക്ട് നെയിം ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കൊടുക്കുക. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് കോളം ഏതാണെന്ന് നോക്കുക. നെക്സ്റ്റ് വരുന്നത് നേറ്റീവ് കൺട്രി ആണ്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇത് കഴിഞ്ഞു, കാറ്റഗറിക്കൽ കോളംസ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത് കൊടുക്കുന്നുണ്ട്, LE അണ്ടർസ്കോർ നേറ്റീവ് ഈക്വൽസ് ഇത് കൊടുക്കുക, ലേബിൾ എൻകോഡർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സ് നേറ്റീവ് അണ്ടർസ്കോർ അല്ല ഹൈഫൺ നേറ്റീവ് കൺട്രി കൊടുക്കുന്നുണ്ട് ഈക്വൽസ്
എന്ത് കൊടുക്കുക, LE_native ഡോട്ട് fit_transform കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സ് നേറ്റീവ് ഹൈഫൺ കൺട്രി കൊടുക്കുക. ഇത്രയും കോളംസ് നമ്മൾ ഒബ്ജക്റ്റ് ടൈപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നാണ് വിശ്വാസം. സോ വർക്ക് ക്ലാസ്, എഡ്യൂക്കേഷൻ, അതേപോലെ മാരിറ്റൽ സ്റ്റാറ്റസ്, ഒക്യുപ്പേഷൻ, റിലേഷൻഷിപ്പ്, റീസ്, സെക്സ്, അതേപോലെ തന്നെ നേറ്റീവ് കൺട്രി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. തന്നെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. എന്താണ് LE_transformൻ്റെ അവിടെ എസ് വന്നിട്ടില്ല, ഇവിടെ ദെൻ റൺ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി കറക്റ്റ് ആണ്. സോ ആ ഒരു ഇഷ്യൂസ് ഇല്ല. സോ നമ്മുടെ എൻറ്റയർ കോളംസിനെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്ത പോലെ കോറിലേഷൻ നമുക്ക് വേണമെങ്കിൽ അവിടെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ തന്നെ കോപ്പി ചെയ്യുവാണ്. താഴെ പേസ്റ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. ദെൻ റൺ ചെയ്ത് നോക്കാം. സോ അവിടെ എൻറ്റയർ കോളംസിനെ നമുക്കിവിടെ കൺസിഡർ ചെയ്യുന്നത് കാണാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു പ്രോബ്ലം നമ്മൾ ഇഷ്യൂ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാ കോളത്തിലെയും ഔട്ട്ലെയേഴ്സിനെ ഹാൻഡിൽ ചെയ്യണം. സോ ഔട്ട്ലെയേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് ഫോർ ലൂപ്പാണ്. ഓൾമോസ്റ്റ് എല്ലാ കോളംസിലും നമ്മൾ എന്താ കണ്ടിട്ടുണ്ട്, ഔട്ട്ലെയേഴ്സിനെ കണ്ടിരുന്നു. നമ്മൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാൻ പോവാം കേട്ടോ. ഫസ്റ്റ് എന്താണ്, ന്യൂമറിക്കൽ കോളംസിനെയാണ് കൊടുക്കുന്നത്. അതായത് ഇപ്പം എല്ലാം ന്യൂമറിക്കൽ ആയല്ലോ. സോ എല്ലാത്തിനെയും ന്യൂമറിക്കൽ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. _കോൾസ് കൊടുക്കുമ്പോൾ ന്യൂമറിക്കൽ കോളംസ് കൊടുത്തൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നും കൂടി ഒന്ന് റീഅസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. യെസ്, ഇവിടെ ഇതൊന്നും കൂടി താഴെ കൊടുക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾ കാറ്റഗറിക്കൽ കോളംസ് നമ്മൾ കംപ്ലീറ്റ്ലി എന്താക്കിയിട്ടുണ്ടായിരുന്നു, ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പിന്നീട് ആ ഒരു ഡാറ്റനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്ത് തരും, പക്ഷെ ഒന്നും കൂടി ഒന്ന് ഒരു വേരിയബിൾ റീഅസൈൻ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. എനിക്ക് അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഫസ്റ്റ് ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഡാറ്റ ഡോട്ട് ഡി ടൈപ്സ് കൊടുത്ത് നോക്കുക. സോ എല്ലാം ന്യൂമറിക്കൽ ആയിട്ടുണ്ട്. കറക്റ്റ് അസംഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സെല്ലിലായിട്ട് ആ ഒരു സെയിം ഞാൻ കോപ്പി ചെയ്ത ആ ഒരു ലൈൻ തന്നെ കൊടുക്കുന്നുണ്ട്. സോ ഒന്നും കൂടി അതൊന്ന് റീഅസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത് കേട്ടോ. സോ ഇപ്പോൾ എല്ലാ കാറ്റഗറിക്കൽ കോളംസും കൂടി അവിടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. നമ്മളിനി സെപ്പറേറ്റ്ലി കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതിന് വേണ്ടിയിട്ടാണ്. സോ നമ്മളുടെ കോൾസ് കൊടുത്തിട്ടുണ്ട്. എന്ത് കൊടുക്കുക, Q1 ഈക്വൽസ് ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം സ്ക്വയർ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, കോളം നെയിം കൊടുക്കുക, ഡോട്ട് എന്ത് കൊടുക്കുക, ക്വാണ്ടൈൽ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 0.25 കൊടുക്കുക. ദെൻ ആസ് ദ സെയിം വേ എന്ത് കൊടുക്കുക, Q3 കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യുക. Q3 ഈക്വൽസ് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കോൾ കൊടുക്കുക, ഡോട്ട് ക്വാണ്ടൈൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് 0.75 കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് 75%, 25% നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് IQR കണ്ടുപിടിക്കാൻ പറ്റും. സോ IQR ഈക്വൽസ് Q3 മൈനസ് എന്താണ് Q1 ആണ് IQRൻ്റെ ഇക്വേഷൻ വരുന്നത്. നെക്സ്റ്റ് എന്താണ്, ലോവർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ലോവർ ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, Q1 മൈനസ് 1.5 മൾട്ടിപ്ലൈഡ് ബൈ എന്താണ് IQR ആണ് വരുന്നത്, ലോവർ ബൗണ്ട് എന്ന് പറയുന്നത്. ഇതേപോലെ അപ്പർ കൊടുക്കുന്നുണ്ട്, അപ്പർ ഈക്വൽസ് എന്താണ് Q3 പ്ലസ്, Q3നേക്കാളും കൂടുതലാണ് വരിക. സോ Q3 പ്ലസ്, ഓക്കെ Q3 പ്ലസ് കൊടുത്തിട്ടുണ്ട്. ദെൻ 1.5 മൾട്ടിപ്ലൈഡ് ബൈ
IQR ആണ് വരുന്നത്. സോ അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഔട്ട്ലയേഴ്സ് ആണ്. സോ ഔട്ട്ലയേഴ്സ് അല്ലെങ്കിൽ ഔട്ട്ലയേഴ്സ് ഈക്വൽസ് എന്ന് കൊടുക്കുക ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക റൗണ്ട് ബ്രാക്കറ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് കൊടുക്കുക ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് കോൾ ലെസ് ദാൻ ലോവർ കൊടുക്കുന്നുണ്ട്. കുറവാണെങ്കിൽ, അതായത് ലോവറിനേക്കാളും കുറവാണെങ്കിൽ ഇതേപോലെ തന്നെ ഓറും കൂടി കൊടുക്കുന്നുണ്ട്. കമ്പൽസറി അല്ലല്ലോ. സോ അതുകൊണ്ട് ഓറിൻ്റെ സിമ്പിൾ കൊടുക്കുക, സ്പേസ്, നെക്സ്റ്റ് ബ്രാക്കറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ 2 കണ്ടീഷൻസ് ആണ് ഇവിടെ പാസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് അഗെയിൻ കോൾ കൊടുക്കുന്നുണ്ട്. എന്താണ് അപ്പറിനേക്കാളും ഗ്രേറ്റർ ആണോ എന്നും കൂടി ചെക്ക് ചെയ്യണമല്ലോ. സോ അപ്പർ കൊടുക്കുന്നുണ്ട്. ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കിനി ഒരു ഔട്ട്ലൈൻസ് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം. ഓക്കെ, സോ പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, ഫോർമാറ്റ് സ്ട്രിങ് ആണ് കൊടുക്കുന്നത്. സോ എഫ് ഡബിൾ കോച്ച് കൊടുക്കുന്നുണ്ട്. either സിംഗിൾ കോച്ച് ഡബിൾ കോച്ച് ബോത്ത് ഫൈൻ. പിന്നെ അത് കഴിഞ്ഞ ശേഷം കോൾ കൊടുക്കുന്നുണ്ട്, അതായത് ഐറ്ററേറ്റിംഗ് വേരിയബിൾ ആണ് കോൾ എന്ന് പറയുന്നത്. ദെൻ ഒരു ഹൈഫൺ ഇടാം, എന്ത് കൊടുക്കുക ഔട്ട്ലയേഴ്സ് ഡിറ്റക്റ്റഡ് കോളൻ, പിന്നെ എന്ത് കൊടുക്കുക കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഔട്ട്ലയേഴ്സ് ഡോട്ട്, അതിൻ്റെ ഷേപ്പും കൂടി എടുക്കുന്നുണ്ട്. ഔട്ട്ലയേഴ്സ് ഡോട്ട് ഷേപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 0 കൊടുക്കുന്നുണ്ട്. ദെൻ ആ കർലി ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുവാണ്. ദെൻ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഓരോന്നിലും എത്ര വീതം വരുന്നുണ്ട് എന്നുള്ളൊരു ഷേപ്പ് നമുക്ക് അവിടെ കിട്ടും കേട്ടോ. ദെൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാറ്റഗോറിക്കൽ കോളംസിന് അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ വേരിയബിൾസിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാൻ മീൻസ് ഈ ഒരു കൺവേർഷൻ, ഈ ഒരു ലൈനാണ് കേട്ടോ. ഈ ഒരു ലൈൻ നമ്മൾ ലേബിൾ എൻകോഡർ യൂസ് ചെയ്തതിന് പകരം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ യൂസ് ചെയ്യാം, ഈ എൻകോഡിങ് ഗെറ്റ് ഡമ്മീസ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, ഓപ്ഷണൽ ആണ് കേട്ടോ. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യുക, ഇപ്പോൾ ഔട്ട്ലയേഴ്സിനെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് സ്കെയിലർ ചെയ്ത് നോക്കുക. ദെൻ അത് വെച്ചിട്ട് എക്സും വൈയും കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ആക്യുറസി സ്കോറും ഇതും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കാറ്റഗറിക്കൽ വാല്യൂസിനെ കംപ്ലീറ്റ്ലി എന്താക്കിയിട്ടുണ്ട്, ന്യൂമറിക്കലിലേക്ക് കൺവേർഷൻ നമ്മൾ ലേബിൾ എൻകോഡർ യൂസ് ചെയ്തു. വേറെ മെത്തേഡ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഗെറ്റ് ഡമ്മീസ് യൂസ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാം, ഏതാണെങ്കിലും ഓക്കെയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സ്കെയിലർ യൂസ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സ്കെയിലർ യൂസ് ചെയ്തിട്ട് എല്ലാ ഫീച്ചേഴ്സിനെയും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് സ്കെയിലർ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. സോ അത് ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. ഫ്രം sklearn ഡോട്ട് കൊടുക്കുക പ്രീ പ്രോസസ്സിംഗ് ഇമ്പോർട്ട് സ്റ്റാൻഡേർഡ് സ്കെയിലർ റൺ ചെയ്യാം. ദെൻ അഗെയിൻ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യാം, യൂസ് ചെയ്യാം. സോ സ്കെയിലറിനൊരു ഒബ്ജക്റ്റ് വേണം. സോ സ്കെയിലർ ഈക്വൽസ് എന്ത് കൊടുക്കാം, സ്റ്റാൻഡേർഡ് സ്കെയിലർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്. നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, സ്കെയിൽഡ് ഫീച്ചേഴ്സ് ഈക്വൽസ് എന്ത് കൊടുക്കുക, സ്കെയിലർ ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, ഫിറ്റ് ട്രാൻസ്ഫോമിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാറ്, സ്കെയിലറിൻ്റെ ഇത് നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്താണ് ഇൻകം ഡാറ്റ സെറ്റ് അല്ലേ. സോ ഇൻകം ഗ്രേറ്റർ ദാൻ 50K കോമ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുമല്ല ഉള്ളിൽ, ഇത് സിംഗിൾ കോച്ചിൽ കൊടുക്കുക, കോളം നെയിം അല്ലേ.
ക്ലോസ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം കോമ എന്ത് കൊടുക്കുക, ആക്സിസ് ഈക്വൽ 1 കൊടുക്കാം. ഓക്കെ, സോ നമ്മുടെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ മീൻ ചെയ്യുന്നത്. സോ ഫീച്ചേഴ്സ് എക്സും വൈയും സെപ്പറേറ്റ്ലി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, എക്സും വൈയും ഇനിഷ്യലി കൊടുത്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു രീതി ഡയറക്ട്ലി എന്ത് കൊടുക്കുക, ഫിറ്റ് ട്രാൻസ്ഫോമിനുള്ളിലായിട്ട് ആ എക്സിൽ കൊടുക്കുന്ന വാല്യൂ എന്താണോ അതങ്ങ് സ്കെയിലിൻ്റെ ഫീച്ചേഴ്സിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഡാറ്റ ഫ്രെയിം അങ്ങ് സ്കെയിൽ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സ്കെയിൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് പുതിയൊരു ഡാറ്റ ഫ്രെയിം വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക, എക്സ് ഈക്വൽസ് പി ഡി ഡോട്ട് ഡാറ്റ ഫ്രെയിം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, സ്കെയിൽഡ് അണ്ടർസ്കോർ ഫീച്ചേഴ്സ് കോമ എന്ത് കൊടുക്കുക, കോളം നെയിംസ് വേണ്ട ഇനി, കോളംസ് ഈക്വൽ ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ സിംഗിൾ കോഡ്സിൽ ഇൻകം ഗ്രേറ്റർ ദാൻ 50K കൊടുക്കുന്നുണ്ട്, കോമ ആക്സിസ് ഈക്വൽ 1 കൊടുക്കുന്നുണ്ട്, ഡോട്ട് കോളം. ആ ഒരു കോളം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ കോളം നെയിമും വരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ഇങ്ങനെ കൊടുക്കാനൊന്നും നിർബന്ധമൊന്നുമില്ല. ഫീച്ചേഴ്സ് ടാർഗറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ്ലി കൊടുത്താലും മതി കേട്ടോ. ദെൻ എന്ത് കൊടുക്കുക, വൈ ആണ് നെക്സ്റ്റ്, വൈ ഈക്വൽസ് എന്ത് കൊടുക്കുക, ഡാറ്റ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോഡ്സിൽ എന്ത് കൊടുക്കുക, ഇൻകം ഗ്രേറ്റർ ദാൻ 50K. ഓക്കെ, ഇനി ഇതങ്ങ് റൺ ചെയ്യുക. സോ എക്സും വൈയും സ്കെയിലിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കെയിൽ ഡാറ്റ സെറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഗ്രേഡിയൻ ഡിസെൻറ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ എക്സി ബൂസ്റ്റ് എങ്ങനെ ചെയ്തെന്ന് നോക്കാം. എക്സി ബൂസ്റ്റിൽ നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ്ലി ഇതിൽ നമ്മൾ വിഷ്വലൈസേഷൻസ് അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ലൈക്ക് ആ ഒരു സ്റ്റെപ്പും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു ഡാറ്റ സെറ്റിൽ കാണിച്ചു തന്നത് കേട്ടോ. സോ ഇത്രയും വരെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, ബാക്കി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഈ ഒരു ഫോൾഡറിൽ ഫോൾഡറിലായിരുന്നല്ലോ. ഓക്കെ, ഇത് ഞാൻ ക്ലിയർ ചെയ്തോളാം. സോ ഇന്നത്തെ സെഷൻ ഞാൻ മൈൻഡപ്പ് ചെയ്യുവാണ്, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. താങ്ക് യു.